ഹലോ ആൾ, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? വ്യാഴാഴ്ച അവധിയാണോ അല്ലയോ എന്നുള്ള നമ്മുടെ സംശയത്തിന് DTDC ഇതുവരെയും കൃത്യമായ മറുപടിയൊന്നും പറയാത്തത് കൊണ്ട് ഈ ആഴ്ച പാക്കിംഗ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാൻസ് ഉറപ്പായിട്ടും അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസൊക്കെ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് ടീസിങ് ജോർജിയ എന്നൊരു റോസ് വെറൈറ്റിയാണ്. അതാണ് നമ്മൾ ഫസ്റ്റിലെ കണ്ട യെല്ലോ ഫ്ലവർ. അതൊരു DA റോസാണ്. അതേപോലെ ഇത് അർക്ക പരിമള എന്ന അതീവ ഹൃദ്യമായ സുഗന്ധമുള്ള റോസാണ്. മറ്റൊരു സ്ട്രൈപ്സ് റോസാണിത്. നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്സ് റോസാണ്. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, എനിക്ക് അറിയുന്നില്ല. അതുപോലെ ഈ ഒരു വെറൈറ്റിയും 2 പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നല്ല വലിയ ഫ്ലവറായിട്ട് വിരിയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ലൈറ്റ് പിങ്ക് കളറ് ബോർഡറായിട്ട് വരുന്ന ഒരു ഫ്ലവർ വെറൈറ്റി. അതുപോലെ ഇതൊരു ഡച്ച് റോസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വീറ്റ് അവലാഞ്ചിയോ അല്ല, ഇതൊരു ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന ഒരു ഡച്ച് റോസാണ്. അതുപോലെ നമുക്ക് ഇതുവരെയുള്ള ഓർഡേഴ്സ്, അതായത് ഇതുവരെയുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല, ഇന്നലെ ഒരു ദിവസം വരെയുള്ള ഏകദേശം പ്ലാൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കുറേ കൂടി എടുത്ത് വെക്കാനുണ്ട്. ഈ ഇരിക്കുന്ന പ്ലാൻസ് എല്ലാം നിങ്ങളിലേക്ക് എത്തേണ്ട പ്ലാൻസാണ്. അത്യാവശ്യം തണലിലും നല്ല വെയിലിലും സ്വസ്ഥമായിട്ട് അവരിയ്ക്കുന്നുണ്ട്. ഈ ആഴ്ച പാക്കിംഗ് ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. ഓൺ റൂട്ടഡിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ റോസ്, ഡീല മൽമേഷൻ എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ്. നല്ല ബുഷായിട്ടുള്ള 8 ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് റെഡ് ബട്ടൺ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ റെഡ് തന്നെ കുറച്ചുകൂടെ വലിയ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി കൂടി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. മീഡിയം ഫ്ലവർ ബഞ്ചായിട്ട് വിരിയുന്ന ഈ ഒരു റെഡ് റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സുഖമില്ലാതെ പോയ സ്റ്റാഫ് നാളെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റന്നാൾ അവധിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻസ് കുറേയൊക്കെ അയച്ചു തീർക്കും. പക്ഷേ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ആ സ്ഥലത്തേക്കുള്ളതൊന്നും നാളെ അയക്കുന്നത് റിസ്ക് ആയിരിക്കും. അപ്പോൾ എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. പീച്ച് ലോട്ടസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണിത്. ഇത് ഒരു 3-4 പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇത് നല്ല ബഞ്ചായിട്ട് ഹെവി ആയിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഭയങ്കര ഭംഗിയുള്ള നമ്മുടെ പീച്ച് ക്രിക്രി റോസിൻ്റെ വലിയ ഫ്ലവേഴ്സാണിത്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റോസാണ് ഈ കാണുന്ന ബ്ലൂ ഫോർ യു റോസ്. ഇത് ഫെയ്ഡഡ് കളറാണ്. ഇത് ശരിക്കും വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല വയലറ്റ് കളറിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു കളറ് നമുക്കിപ്പോൾ മറ്റൊരു ചെടിയിൽ അതായി ഈ ഒരു കളറാണ് ഉണ്ടാവുക. നല്ല അത്യാവശ്യം ഫ്രാഗ്രൻസോട് കൂടിയിട്ടുള്ള റോസാണ് ബ്ലൂ ഫോർ യു എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം അവൈലബിൾ വെറൈറ്റീസാണ്. ഇനിയും നമ്മുടെ റെയറായിട്ട് വന്നിട്ടുള്ള വെറൈറ്റീസിൽ ഏതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നാളെ വൈകിട്ടോടുകൂടി അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.